അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ആയി ബന്ധപ്പെട്ട് ഇവിടെ പൂജാ കർമ്മങ്ങളിലും അതുപോലെ തന്നെയുള്ള പ്രസാദ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഗൌരവത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ ഉണ്ണിയപ്പത്തിൽ പൂപ്പലുണ്ടായി എന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അങ്ങനെയുള്ള മുഴുവൻ ഉണ്ണിയപ്പവും പ്രസാദവും അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം പിന്നെ ദേവസ്വം ബോർഡിന് നൽകി. അവരത് നശിപ്പിച്ച് കളയുകയും ചെയ്തു എന്ന് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതിനെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. നന്നായി എന്ന് ഹൈക്കോടതി തന്നെ പരാമർശം നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വളരെയധികം ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നൊരു അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യത്തിൽ പൂപ്പൽ ഉണ്ടായി എന്നും പൂപ്പൽ ബാധിച്ച ഉണ്ണിയപ്പം എപ്രകാരം ഭക്തജനങ്ങൾ എത്തിയെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കർശനമായിട്ടുള്ള നടപടിയും സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ ഈ പ്രാവശ്യം ഈ ലേലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ചില സംഘടനകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഉചിതമായ ഏജൻസി വഴി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നിർദ്ദേശം നൽകുകയാണ്. ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് ഞാനത് എഴുതി കഴിഞ്ഞു നിർദ്ദേശം നൽകുകയാണ്. ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലേലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പത്രത്തിൽ വന്നപ്പോൾ തന്നെ അതിന്റെ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട് ചുമതലയുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന അന്നത്തെ ചീഫ് കമ്മീഷണർ ശ്രീ ജയകുമാർ അന്ന് ഗവൺമെന്റ് നിർദ്ദേശം നൽകുകയുണ്ടായി. ആ നിർദ്ദേശത്തിൽ പറഞ്ഞത് ലേലം ദേവസ്വം കമ്മീഷണറും അവരൊരു സമിതി പരസ്യമായിട്ട് നടത്തുന്ന ലേലമാണ്. എല്ലാ വർഷവും നടത്തുന്നത് പോലെ ദേവസ്വം കമ്മീഷണർ, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ ജനറൽ, പോലീസ് സൂപ്രണ്ട്, വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി, ദേവസ്വം അക്കൌണ്ട്സ് ഓഫീസർ എന്നിവരുടെ ചുമതല തികച്ചും സുതാര്യമാണ് ആയിട്ടാണ് നടത്തിയതെന്നുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് മാധ്യമങ്ങളുടെ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് അപ്പോഴാണ് പുതിയ ബോർഡ് വന്നത്. ആ ബോർഡ് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം ബോർഡിനും നൽകുകയാണ്.